ലൂക്കോസ്, CPM നേതാക്കൾക്ക് ഇരുട്ടി വെളുക്കുമ്പോൾ എന്തും പറയാം, രാഷ്ട്രീയമാണ്, പ്രചാരണമാണ് പറയാം. പക്ഷേ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, താൻ CPM-ലേക്ക് ഇടതുപക്ഷത്തേക്ക് പോകുന്നില്ല എന്നതിന് സന്ദീപ് വാര്യർ പറയുന്നത് CPM BJP ഡീല് പാലക്കാട് നടക്കുന്നു, അത് മുഖ്യമന്ത്രിക്ക് അറിയാം എന്നുള്ളൊരു ആരോപണം, അത് കോൺഗ്രസ് പറയുന്ന ഒരു ആരോപണം. കള്ളപ്പണ പെട്ടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴൊക്കെ ഉയർത്തിപ്പിടിച്ച അതേ ആരോപണം പറയുന്നു. ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് BJP തനിക്ക് മാറി നിൽക്കണമെന്ന് സന്ദേശം അയച്ചില്ല എന്ന് പറയുന്നിടത്ത് നേരത്തെ ശ്രീത്ത് പറഞ്ഞാൽ ഇത് പോലീസും കൂടി കുറ്റക്കാരാകുന്ന ഒരു വിഷയമൊക്കെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. പാലക്കാട് മാറ്റി നിർത്തിയാലും ചില ചോദ്യങ്ങൾ BJPക്ക് ഉത്തരം പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന CPM കാഴ്ചക്കാരായി മാറുന്നില്ല. ചിലതൊക്കെ CPM-ന് ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നു. അത് മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു ആക്രമണമാണോ നടക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരില്ലേ? അല്ല അപർണ, എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാല് തങ്ങളെ ഏറ്റവും കൂടുതൽ തങ്ങൾക്കെതിരെ ഹെയ്റ്റ് പ്രൊപ്പഗാൻഡ നടത്തിയ, ഏറ്റവും കൂടുതൽ മതവിദ്വേഷവും വെറിയും ഈ ഒരുപക്ഷെ രാജ്യത്ത് പോലും നടത്തിയ ഒരു വ്യക്തി ആ പാളയത്തിൽ നിന്നും കോൺഗ്രസ് പാളയത്തിലേക്ക് പോയത് നിങ്ങൾ എന്തിനാ CPM-നെ കുറ്റപ്പെടുത്തുന്നത്? ഇനി ഞാനൊരു കാര്യം ചോദിച്ചു, എന്താ തടയരുത് ചോദിച്ചോട്ടെ. ഈ എന്ത് ആദർശത്തിന്റെ അല്ലെങ്കിൽ എന്ത് മനപരിവർത്തനത്തിന്റെ പേരിലാണ് ശ്രീജിത്ത് ക്ഷമിക്കണം സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വന്നത്? നിങ്ങൾ ഓർക്കുന്നില്ല, അദ്ദേഹം കേവലം 19 ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന് കസേര കിട്ടിയില്ല, തന്നെ അവഗണിക്കുന്നു, തന്നെ വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളുടെ പേരിൽ മാത്രമാണ് അദ്ദേഹം ഇങ്ങോട്ട് പുറത്തു ചാടിയത്. അല്ലെ തനിക്ക് വന്ന പരിവർത്തനങ്ങള്, തനിക്ക് ഈ പറയുന്ന വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള വാക്കുകളൊക്കെ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം സ്വന്തം കാര്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇറങ്ങിയത്. ഇന്നലെ ഞാനത് പൂർത്തിരിക്കട്ടെ സുഹൃത്ത്, ഞാൻ നിങ്ങളുടെ പറഞ്ഞു ഇടപെട്ടിട്ടുണ്ട്, പ്ലീസ് ഒന്ന് ക്ഷമിക്കൂ. അപ്പൊ കേൾക്കും സരിലായിരുന്നു ഞാൻ പറയാം. അത് സരീൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി പത്രസമ്മേളനം നടത്തി താൻ CPM-നോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു, തന്നെ പരിഗണിക്കാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് CPM അവരോട് പറഞ്ഞത്. അതോടെ എനിക്ക് അത് ഘടന പറഞ്ഞിരിക്കും, ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം ഇതിനെ കയറുമ്പോഴാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞ് വോട്ട് ചെയ്ത് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ആ വെറുപ്പിന്റെ ഫാക്ടറിയുടെ തൊഴിലാളിയും മുതലാളിയും സൂപ്പർവൈസറും പ്രൊഡക്ഷന്മാരെയും എല്ലാം ഈ സന്ദീപ് ഒറ്റയ്ക്കായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. 2 രാത്രി പൂർണ്ണമായിട്ടും കോയമ്പത്തൂർ പോയി ഈ കോൺഗ്രസ് പാർട്ടിയോട് വില പേശി സ്ഥാനമാനങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം ഒരു ആശയത്തിന്റെ പിൻബലമില്ലാതെ കണ്ട് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിലേക്ക് വന്ന് ചേക്കേറിയ ആളാണ് ഇദ്ദേഹം. ഇടതുപക്ഷത്തിന്റെ വിലപേശൽ പൊളിഞ്ഞുപോയി, അതാണ് സംഭവം അല്ലേ? അല്ല, അത് നിങ്ങൾ എന്തുവേണം പറഞ്ഞു, ഞാനിത് പൂർത്തീകരിച്ചോട്ടെ. ഏറ്റവും കൂടുതൽ അണികളോട് മറുപടി പറയാൻ വിഷമിക്കുന്ന പാർട്ടി ആരാ? മുസ്ലിം ലീഗാണ്. മുസ്ലിം സമൂഹത്തിനെയാണ് ഈ മനുഷ്യൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ ആരും പറയാത്ത രീതിയിലുള്ള വേട്ടയാടലുകളും വിദ്വേഷങ്ങളും മുസ്ലിം സമൂഹത്തിനെ കത്തിച്ചു കളയണമെന്ന് പറഞ്ഞ ആ മനുഷ്യനെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ പാലക്കാട് സ്വീകരിച്ച മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് ആ അണികളോട് പരാതി പറയേണ്ടത്. പാലക്കാട് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും പ്രവർത്തകൻ സന്ദീപ് വാര്യർ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയോ അല്ലെങ്കിൽ അല്ല ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാലക്കാട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? തകർന്നടിച്ചിരിക്കുന്ന BJP-ക്കെതിരെയും